സ്കൂളുകളിൽ അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങൾ നേരിടാൻ ചൈൽഡ് എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് പ്ലാൻ തയ്യാറാക്കണമെന്നും ആന്റിവെനം, പീഡിയാട്രിക്, മെഡിക്കൽ കെയർ തുടങ്ങിയവ ലഭ്യമാക്കാൻ സമീപത്തെ ആശുപത്രിയുമായി ഏകോപനം വേണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി അഡീഷണൽ ഡയറക്ടർ ഇറക്കിയ സർക്കുലർ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി. സ്കൂളിൽ പാമ്പ് കടിയേറ്റ വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് കുളത്തൂർ സ്വദേശി ജയ്സിംഗ് 2019 നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ കോടതി നിർദ്ദേശമനുസരിച്ചാണ് സർക്കുലർ ഹാജരാക്കിയത്. നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന കാര്യം ജില്ലാ വിദ്യാഭ്യാസ അധികാരികൾ ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ: സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായി സ്കൂൾ കെട്ടിടത്തിന്റെയും ക്ലാസ് മുറികളുടെയും ഉറപ്പ്, കുറ്റപ്പറ്റ ഇലക്ട്രിക്കൽ സംവിധാനം, അറ്റകുറ്റപ്പണി ഇവയെല്ലാം ഉറപ്പാക്കണം. ശുചിമുറികൾക്ക് വൃത്തിയും വെള്ളവും വേണം. സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും പ്രഥമ ശുശ്രൂഷ, CPR, മുറിവ് ശുശ്രൂഷ തുടങ്ങിയ കാര്യങ്ങളിൽ ജീവനക്കാരിൽ 2 പേർക്കെങ്കിലും അടിസ്ഥാന പരിശീലനം ഉറപ്പാക്കണം. ഇടജന്തുക്കളുണ്ടോ എന്നറിയാൻ സ്കൂളിലും പരിസരങ്ങളിലും പരിശോധന വേണം. പാമ്പിനെ കണ്ടാൽ ഒഴിവാക്കാൻ വനംവകുപ്പുമായി ഏകോപനം വേണം. ഗുരുതര അപകടമോ പരിക്കോ ഉണ്ടായാൽ ഒട്ടും വൈകാതെ ചികിത്സ നൽകണം. തീപിടുത്തം, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങിയ സാഹചര്യങ്ങൾ നേരിടാൻ ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് മോക്ഡ്രിൽ നടത്തി തയ്യാറെടുക്കണം. ഇടുക്കി വിഷൻ, കുമളി.